നമുക്ക് ക്രിസ്മസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്, ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഒരു 5 വിസിൽ വരെ വെക്കുന്നുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ. വേറെ മസാലപ്പൊടികളൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വേണേ. വെളിച്ചെണ്ണ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേനും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം സവാള ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇളക്കി കൊടുക്കണേ. സവാളയുടെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഈ ഒരു പാകം ആകുമ്പം കോരിയെടുക്കണേ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കളറ് മാറും. അതുകൊണ്ട് ഈ ഒരു പാകം ആകുമ്പോഴത്തേനും കോരിയെടുക്കണം. സവാളയെല്ലാം ഞാനിവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാവേ. നമ്മൾ സവാള ഫ്രൈ ചെയ്തതിൽ നിന്നും ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് 1 കപ്പ് തേങ്ങ കൊത്തിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഈ സമയത്ത് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കളറൊന്നും മാറണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. തേങ്ങയുടെ കളറൊക്കെ ലൈറ്റായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവേ. വെളുത്തുള്ളി ഒരു ഇച്ചിരി മുമ്പിലോട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം വേണം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇറച്ചി ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇറച്ചി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പ് കുറവാണ്. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതിയേ. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കണം. ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നേ. ഇറച്ചിയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. സവാള ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാടുണ്ടായിരുന്നു. സവാള ഫ്രൈ ചെയ്തപ്പോഴത്തേനും അത് വല്ലാതെ അങ്ങ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് സവാള എടുത്താൽ മതി. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി അടച്ചു വെക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. സവാള ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചികൾക്കൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്